Good morning, dear students. Our next chapter is force. In this chapter, we are discussed about force, what is meant by force, and different types of force. Then, first one is here there are some activities are given in the picture. Which are the activities? First one, a boy pushing a table. A man pulling a cart. A man pushing a car. These are the different activities. We know that for doing any activities, we exert a force. Force is needs to or force needs to do any activities. Here, after analyzing the picture, tabulate the activities in them into push or pull. Here, there are some activities are given. Analyze these pictures and they are classified into push or pull. First one, pushing a car. Pushing a car. Here, a man pushes a car. Then here another activity, pushing a door. Pushing door. Daddy, pushing door. Then next one, which are the example for pull? പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളുക അല്ലേ, തള്ളി കൊടുക്കുക, തള്ളി തുറക്കുക അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ലേ, തള്ളുക എന്നൊക്കെ പറയില്ലേ. ദെൻ പുള്ള് മീൻസ് വലിക്കുക. ഹിയർ ഈസ് ആൻ ആക്ടിവിറ്റി പുള്ളിങ് എ കാർട്ട്. Pulling a cart. Then which is the another example for pull? Pulling a table or pulling door. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. പുള്ളിങ് എ ടേബിൾ, പുള്ളിങ് എ ഡോർ. അപ്പോൾ നമുക്ക് പുഷ് ചെയ്യുന്നതിനും പുള്ളി ചെയ്യുന്നതിനും എക്സാമ്പിളായി. അപ്പോൾ ഇവിടെയൊക്കെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇഫ് ആൻ ഒബ്ജക്റ്റ് is pushed or pulled. If an object is pushed or pulled, a force is needed or a force is applied on the object. We know that to move an object or to push or pull an object needs a force. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ പുഷ് ചെയ്യുന്നതിനോ പുള്ളി ചെയ്യുന്നതിനോ നമുക്ക് എന്ത് വേണം? There is a force needed to push or pull the object. Here then here when an object is pushed or pulled, a force is being applied on it to push or pull. Here what is the unit of force? The unit of force is Newton. Unit of force is Newton. നമ്മൾ ഫോഴ്സ് എന്താന്ന് പറഞ്ഞു? Force is needed to move an object or force is needed to push or pull an object. The unit of force is Newton. It is indicated by capital letter N. It is indicated by capital letter N. Then here different activities are given. First one, after analyzing the picture, write down in the table below the result of applying force on different object. നമുക്കറിയാം ഇവിടെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ബൈ അനലൈസിങ് ദീസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ദ റിസൾട്ട്സ്? ഫസ്റ്റ് വൺ, അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ. ഹിയർ എ പേഴ്സൺ ഓർ എ മാൻ അപ്ലൈസ് എ ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ, സ്ലൗലി പുഷിങ് ഇറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ വിത്ത് ദ ലെഗ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ റോൾ ചെയ്ത് വരുന്നൊരു ബോളിനെ പതുക്കെ പുഷ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദീസ്? ദ ബോൾ കംസ് ടു റെസ്റ്റ്. നമുക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബോൾ റോൾ ചെയ്ത് വരുമ്പോൾ നമ്മളതിനെ പതുക്കെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന്? ദ ബോൾ കംസ് ടു റെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, പുഷിങ് എ വാൾ. പുഷിങ് എ വാൾ ഉണ്ടോ? ഇവിടെ നെക്സ്റ്റ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, പുഷിങ് എ വാൾ. Then what is the result of this? The wall has a tendency to move. Pushing a wall, the wall has a tendency to move. അങ്ങനെ നമുക്കിവിടെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. നോക്കി നോക്കൂ. പുള്ളിങ് എ ബഫലോ ഉണ്ടോ? പുള്ളിങ് എ ബഫലോ.
അപ്പോൾ ഇവിടെ നമുക്ക് പുള്ളിങ് എ ബഫലോ എന്ന് എഴുതാം. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട്? നമ്മളൊരു ബഫലോനെ പുള്ളി ചെയ്യുമ്പോൾ ദ ബഫലോ ഹാസ് എ ടെൻഡൻസി ടു മൂവ്. ദ ബഫലോ ഹാസ് എ ടെൻഡൻസി ടു മൂവ്. ഓക്കെ, ദെൻ ഹിറ്റിംഗ് എ ബോള്, ഹിറ്റിംഗ് എ ബോൾ, അതേപോലെ തന്നെ സ്ട്രൈക്കിംഗ് എ ബോൾ. ഇവിടെയൊക്കെ എന്താണ്, അവിടെ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൻ്റേതായ എന്തുണ്ടായിരിക്കും, ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നെങ്കിലും അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നെങ്കിലും മീൻസ് ടു പുഷ് ഓർ പുൾ ആൻ ഒബ്ജക്റ്റ് ദർ ഇസ് എ ഫോഴ്സ് ഈസ് നീഡഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റിയും കൂടെ എഴുതുക. ഇവിടെ പുള്ളിങ് എ ബഫലോ എന്ന് എഴുതുക. Then what is the result? The buffalo has a tendency to move. Okay, then from these activities, what is the definition of a force? What is meant by force? Force is that changes the direction or the shape of the object, size, volume and state of rest. It is called force. Force means force is that which changes or tends to change the shape, size, volume or state of rest or state of motion of an body. It is called force. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ, അതിനെ പുള്ളി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പുഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ദർ ഇസ് എ ഫോഴ്സ് ഈസ് നീഡഡ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ, ഫോഴ്സ് ദാറ്റ് ഈസ് വിച്ച് ചേഞ്ച് ദ ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ്, ചേഞ്ച് ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ്. നമ്മളിപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുക പറയുമ്പോൾ ഇപ്പോൾ ഒരു ബലൂണിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്മേൽ പ്രസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈസ്, വോളിയം, അതിന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കൊണ്ടുവരാൻ, സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കൊണ്ടുവരാൻ, എന്തിനും നമ്മൾ എന്ത് ചെയ്യണം, ദർ ഇസ് എ ഫോഴ്സ് ഈസ് നീഡഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ മോഷനിലോ സ്റ്റേറ്റിലോ സൈസിലോ വോളിയത്തിലൊക്കെ ചേഞ്ച് വരുത്താൻ എന്താണോ നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചാപ്റ്ററിൻ്റെ നെയിം എഴുതുക. ചാപ്റ്ററിൻ്റെ നെയിം എഴുതിയിട്ട് ഫോഴ്സിന് സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഡെഫിനിഷൻ എഴുതുക, ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ദെൻ അതിൻ്റെ താഴെ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. It is indicated by letter N. It is indicated by letter N. Then next we have to discuss types of forces. First one, contact force and non-contact force. Here some activities are given. A lady drawing water from well. Then a man pull a trolley. Then next, a coconut falling, a ball rolling, a magnet attract nail, scale attract pieces of paper. Here different activities are given. First one, what is meant by contact force and non-contact force? നമുക്ക് ആ നെയിം തന്നെ കിട്ടും. Contact force means it is the force applied on an object by the contact between objects. ഒബ്ജക്റ്റുകൾ പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇപ്പോൾ നമ്മളൊരു പുള്ളിങ് എ ട്രോളി ഓർ പുഷിങ് എ വാൾ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് എ കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റുകൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടാക്റ്റ് ഫോഴ്സ്. കോണ്ടാക്റ്റ് ഫോഴ്സ് മീൻസ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് കാൾഡ് കോണ്ടാക്റ്റ് ഫോഴ്സ്. Then next, what is meant by non-contact force? The force applied on an object without contact on it is non-contact force. Here a force is applied without contact. Here is an example, a nail attracting a magnet. Here the force is contact or non-contact? Here is the force is non-contact. The nail attract magnet. Here a force, that is magnetic force, that is a non-contact force. Clear? അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫോഴ്സിനെയാണ് കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കോണ്ടാക്റ്റ് ഫോഴ്സ് മീൻസ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി
കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഈസ് കാൾഡ് കോണ്ടാക്റ്റ് ഫോഴ്സ്. നിങ്ങൾ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. യെസ്, ദെൻ ഡെഫിനിഷൻ, the force applied by the contact between object is contact force. Then next line, the force applied on an object without contact, it is called non-contact force. Then find out the example for contact force and non-contact force. Here some activities are given below. നിങ്ങൾ homework ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. പുഷിങ് എ ട്രോളി. അപ്പോൾ നമ്മളൊരു ട്രോളി പുഷ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹിയർ എ ഫോഴ്സ് ഈസ് എക്സേർട്ട് ഓൺ ട്രോളി അല്ലേ? ഒരു ട്രോളി പുഷ് ചെയ്യുന്നെങ്കിൽ ദർ ഇസ് എ ഫോഴ്സ് നീഡഡ് ടു push the trolley. So due to contact, here the force is due to contact between object. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോണ്ടാക്റ്റ് ഫോഴ്സിൽ ടിക്ക് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ്, എ കോക്കനട്ട് ഫാളിങ് ഫ്രം കോക്കനട്ട് ട്രീ. ഉണ്ടോ നോക്കി നോക്കിയേ, കോക്കനട്ട് ഫാളിങ് ഫ്രം കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയിൽ നിന്ന് ഫാൾ ചെയ്യുന്ന ഒരു കോക്കനട്ട് അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് നമ്മൾ മുകളിൽ കയറി ഇടുകയാണെങ്കിൽ നമ്മൾ അവിടെ കോണ്ടാക്റ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് എ കോക്കനട്ട് ഫാളിങ് ഫ്രം കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയിൽ നിന്ന് ഫാൾ ചെയ്യുന്ന ഒരു കോക്കനട്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടോ? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടോ? No, here there is no contact, force is not exerted. So this is an example for non-contact force. Clear? അപ്പോൾ ഒബ്ജക്റ്റുകൾ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന് മുകളിൽ ടച്ചിങ് ഉണ്ടെങ്കിൽ, കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് കാൾഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സസ്. ദെൻ ഡ്രോയിങ് വാട്ടർ ഫ്രം വെൽ, it is contact or non-contact. Then a ball coming to rest after being rolled on a level ground. ഒരു ഗ്രൗണ്ടിലൂടെ റോൾ ചെയ്ത് പോകുന്ന ഒരു ബാൾ, ഇറ്റ് ഈസ് കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ റോളിങ് സം ടൈം. കുറേ സമയം അത് റോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് സ്റ്റോപ്പ് ആവുന്നു. ഇറ്റ് ഈസ് കോണ്ടാക്റ്റ് ഓർ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. ദെൻ എ മാഗ്നറ്റ് ഈസ് അട്രാക്റ്റിംഗ് നെയിൽ. മാഗ്നറ്റ് നെയിലിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോണ്ടാക്റ്റ് ഓർ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. ഇത് നോൺ കോണ്ടാക്റ്റാ. നമ്മൾ മാഗ്നറ്റിന് അടുത്ത് ചെന്നിട്ട് നെയിലും മാഗ്നറ്റുമായിട്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതെന്താണ്? നോൺ കോണ്ടാക്റ്റ് ഫോഴ്സാണ് വരിക കേട്ടോ. ദെൻ നെക്സ്റ്റ്, എ പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ഡ് ഓൺ ഹെയർ അട്രാക്റ്റ് പീസസ് ഓഫ് പേപ്പർ. നോക്കിക്കൂ, ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ നമ്മളെ ഹെയറിൽ റബ്ബ് ചെയ്യുക. നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. പ്ലാസ്റ്റിക് സ്കെയിലോ പേനയോ എന്തെങ്കിലും നന്നായിട്ട് ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം പീസ് ഓഫ് പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദിസ് സ്കെയിൽ അട്രാക്റ്റ് പീസസ് ഓഫ് പേപ്പർ. ദി സ്കെയിൽ അട്രാക്റ്റ് പീസസ് ഓഫ് പേപ്പർ. ഹിയർ ഇവിടെ ഈ പീസസ് ഓഫ് പേപ്പറിന് സ്കെയിൽ അട്രാക്റ്റ് ചെയ്യുന്നത് കോണ്ടാക്റ്റ് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണോ? അവിടെ ഉണ്ടാകുന്ന എന്താണ്? ഇവിടെ രണ്ട് കേസിലും മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഡ്യൂ ടു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. കോണ്ടാക്റ്റ് ഫോഴ്സ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. ദെൻ വിച്ച് ആർ ദ എക്സാമ്പിൾ ഫോർ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ഫോഴ്സ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഈ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടാവും. ദെൻ വാട്ട് ആർ ദ എക്സാമ്പിൾ ഫോർ കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കോണ്ടാക്റ്റ് ഫോഴ്സിന് എക്സാമ്പിൾ വരിക? നമ്മൾ പറഞ്ഞു പുഷിങ് എ വാൾ, പുള്ളിങ് എ ട്രോളി, ദെൻ ഹിറ്റിംഗ് എ ബോൾ. അതൊക്കെ എന്താണ്? കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ വരിക? ഫാളിങ് എ കോക്കനട്ട് ഫ്രം കോക്കനട്ട് ട്രീ, ദെൻ എ നെയിൽ അട്രാക്റ്റ് എ മാഗ്നറ്റ്. നോൺ കോണ്ടാക്റ്റിന് എന്തൊക്കെ എക്സാമ്പിൾ വരിക? ഫാളിങ് എ കോക്കനട്ട് ഫ്രം കോക്കനട്ട് ട്രീ, ദെൻ a nail attracts a magnet. Then just another example, a scale attract pieces of paper. These are the example for non-contact force. Then in today's class we are discussed about force. What is meant by force? Then different types of force, contact force and non-contact force explain ചെയ്തു. Definition of contact force and non-contact force. Then which are the example for contact force and non-contact force. Then our next topic is frictional force. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് എന്ത് ചെയ്യുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിസ്കസ് ചെയ്യാം.